Hi students, welcome to today's chemistry class, Haloalkanes and Haloarenes, part 2. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഹാലോആൽക്കെയിൻസ് ഫ്രം ഹൈഡ്രോകാർബൺ പറ്റി പഠിക്കാം. ഹാലോആൽക്കെയിൻസ് ക്യാൻ ബി പ്രിപ്പയർഡ് ഫ്രം ആൽക്കെയിൻസ് ആൻഡ് ആൽക്കീൻസ്. ആൽക്കെയിൻസും ആൽക്കീൻസിനകത്തും കാർബണും ഹൈഡ്രജനും ഉണ്ട്. അതിനകത്ത് ഹൈഡ്രജനെ മാറ്റിയിട്ട് അതിന് പകരമായിട്ട് ഹാലജനെ അവിടെ വരുത്തുവാണ്. When the halogen atom replaces the hydrogen atom. ഏറ്റവും സ്മോൾ ആയിട്ടുള്ള ആൽക്കൈനാണ് മീഥെയ്ൻ. കാർബണിൽ നിന്ന് 4 ഹൈഡ്രജൻ. അവിടെ ക്ലോറിനേഷൻ നടത്തുവാണെങ്കിൽ സൺലൈറ്റിന്റെ സാന്നിധ്യത്തിൽ ക്ലോറിനേഷൻ നടത്തുന്നു. -HCl, അതായത് CH4ഉം ഇവിടുത്തെ ക്ലോറിനും കൂടെ കൂടി ചേർന്ന് അവിടുന്ന് ഒരു -HCl അങ്ങ് പോകുന്നു. ഈ പോയ ഹൈഡ്രജന് പകരം Cl2നകത്തെ ഒരു ക്ലോറിൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. CH3Cl ആകുന്നു. അതാണ് ക്ലോറോമീഥെയ്ൻ. ഈ ക്ലോറോമീഥെയ്നകത്ത് തുടർച്ചയായിട്ട് ക്ലോറിനേഷൻ പിന്നെയും നടക്കുകയാണെങ്കിൽ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഈ CH3Clനകത്തുള്ള ഹൈഡ്രജൻ എല്ലാം മാറിപ്പോകുന്നു. അവിടെ അടുത്ത പ്രൊഡക്റ്റ് ഡൈക്ലോറോമീഥെയ്ൻ ഉണ്ടാകുന്നു. ഈ ഡൈക്ലോറോമീഥെയ്നകത്ത് അടുത്ത സ്റ്റെപ്പായിട്ട് പിന്നെയും ക്ലോറിനേഷൻ നടത്തുവാണെങ്കിൽ -HCl പോയി അവിടെ CHCl3 ആയി മാറുന്നു. അതാണ് ട്രൈക്ലോറോമീഥെയ്ൻ. ട്രൈക്ലോറോമീഥെയ്നകത്ത് ഇനി ഒരു ഹൈഡ്രജൻ കൂടെ ഉണ്ട്. ആ ഹൈഡ്രജനെ കൂടെ നമുക്ക് മാറ്റാൻ സാധിക്കും അടുത്ത ക്ലോറിനേഷൻ നടത്തുമ്പോൾ. ക്ലോറിനേഷൻ നടത്തുമ്പോൾ CHCl3യിൽ നിന്ന് ഹൈഡ്രജൻ മാറിയിട്ട് അവിടെ കാർബണിന്റെ 4 വാലൻസിക്കകത്തും ക്ലോറിൻ വരുന്നു. അതാണ് ടെട്രാക്ലോറോമീഥെയ്ൻ. ഇതൊരു മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആണ്. നമ്മൾ ആൽക്കൈൻസിൽ നിന്ന് ഹാലോ ആൽക്കൈൻസ് നിർമ്മിക്കുന്ന വിധം പഠിച്ചു. ഇനി ആൽക്കീൻസിൽ നിന്ന് എങ്ങനെയാണ്? ആൽക്കീൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവിടെ ഡബിൾ ബോണ്ട് ഉണ്ട് അല്ലേ? ഏറ്റവും ചെറിയ ആൽക്കീനാണ് CH2 ഡബിൾ ബോണ്ട് CH2 ET. അതിനകത്തൊരു ഹാലോജൻ ആസിഡ് കൊടുക്കുകയാണ്. ഹാലോജൻ ആസിഡ് നമ്മൾ HX എന്ന് സിമ്പിൾ ചെയ്യുക. X എന്ന് പറഞ്ഞാൽ ഹാലോജൻസ് ആണ്. ക്ലോറിൻ ആകാം, ബ്രോമിൻ ആകാം, അയഡിനാകാം, അങ്ങനെ ഏത് വേണേലും ആകാം. നമുക്കന്നേരം HXുമായിട്ട് ഈഥീനെ റിയാക്ട് ചെയ്യുമ്പോൾ ഇവിടെ കിട്ടുന്ന പ്രൊഡക്റ്റാണ് ഹാലോ ഈഥെയ്ൻ ആകുന്നു. അതായത് CH2 ഡബിൾ ബോണ്ട് CH2നകത്ത് ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് അവിടെ Hഉം Xും കൂടെ അങ്ങ് വരുന്നു. Hഉം Xും കൂടെ വരുമ്പോൾ നമുക്കത് CH3CH2X ആകുന്നു. ഹാലോ ഈഥെയ്ൻ ആകുന്നു. ഇനി ബ്യൂട്ട്2ഈൻ ഡബിൾ ബോണ്ട് ഉള്ള ആൽക്കീനാണ്. ഈ ഡബിൾ ആൽക്കീനകത്തോട്ട് HBr ഒരു ഹാലജൻ ആസിഡ് ചേർക്കുകയാണെങ്കിൽ ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് അവിടെ ഹാലജനും ബ്രോമിനും കൂടെ വന്ന് അവിടെ 2 ബ്രോമോ ബ്യൂട്ടേൻ ഉണ്ടാകുന്നു. നമുക്കിവിടെ ഹാലോ ആൽക്കെയിൻസ് പ്രിപ്പയർ ചെയ്യാണ്. ഹാലോ ആൽക്കീൻസിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു മർക്കോണിക്കോഫ് റൂൾ ഉണ്ട്. മർക്കോണിക്കോഫ് റൂൾ എന്ന് പറഞ്ഞാൽ ദ നെഗറ്റീവ് പാർട്ട് ഓഫ് ദ അറ്റാക്കിംഗ് റിയേജന്റ് attaches itself to the carbon atom carrying lesser number of hydrogen atom, while the positive part goes to the carbon atom with the more number of hydrogen atom. മർക്കോണിക്കോഫ് റൂളിനകത്ത് നമ്മൾ ആൽക്കീനകത്തോട്ട് HX ആഡ് ചെയ്യുകയാണെങ്കിൽ HX എന്ന് പറയുന്നതിനകത്ത് Hന് പാർഷ്യൽ പോസിറ്റീവ് ചാർജും Xന് പാർഷ്യൽ നെഗറ്റീവ് ചാർജും കൊടുക്കുകയാണ്. പാർഷ്യൽ പോസിറ്റീവും പാർഷ്യൽ നെഗറ്റീവ് ചാർജും ഉള്ളപ്പോൾ ആ ഡബിൾ ബോണ്ടിലോട്ട് ഈ HX ആഡ് ചെയ്യുമ്പോൾ ദ നെഗറ്റീവ് പാർട്ട് ഓഫ് ദ അറ്റാക്കിംഗ് റിയേജന്റ്, നെഗറ്റീവ് പാർട്ട് നമ്മളിവിടെ ഹാലജനാണ്, അറ്റാച്ചസ് ഇറ്റ്സെൽഫ് ടു ദ കാർബൺ ആറ്റം ക്യാരിങ് ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഹാലജൻ പോകുന്നത് കാർബൺ ആറ്റത്തിനകത്ത് ഏറ്റവും കുറവ് ഹൈഡ്രജൻ ആറ്റം ഉള്ളിടത്തോട്ടായിരിക്കും. അപ്പോൾ ഇത് പോസിറ്റീവ് പാർട്ടാണ് നമ്മുടെ ഹൈഡ്രജൻ ഡെൽറ്റ പോസിറ്റീവ് പാർട്ട് ഗോസ് ടു ദ കാർബൺ ആറ്റം വിത്ത് മോർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റം ഏത് കാർബണിന്റെ കൂടെയാണ് പോണത്? ഏത് കാർബണാണോ കൂടുതൽ നമ്പർ ഹൈഡ്രജൻ ഉള്ളത് അങ്ങോട്ട് ചാടി കയറി നമ്മുടെ H+ അങ്ങ് പോകും. ഇപ്പം HCl ആണെങ്കിൽ Cl- ആണെങ്കിൽ എങ്ങോട്ട് പോകും? ഏത് കാർബണിലാണോ ഹൈഡ്രജൻ കുറവുള്ളത് അങ്ങോട്ട് Cl- പോകും. ഇതാണ് മർക്കോണിക്കോഫ് റൂൾ അനുസരിച്ച് പറയുന്നത്. ഈ മർക്കോണിക്കോഫ് റൂളിന് എതിരായിട്ടുള്ള റൂളാണ് ആന്റി മർക്കോണിക്കോഫ് റൂൾ. ആന്റി എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ്. It has been observed that when HBr is added to an unsymmetrical double bond in the presence of organic peroxide, ഈ അൺസിമെട്രിക്കൽ ഡബിൾ ബോണ്ടിനകത്തോട്ട് HBr ആഡ് ചെയ്യുവാണെങ്കിൽ പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. കണ്ടീഷൻ ഇതാണ്, അവിടെ ഒരു പെറോക്സൈഡ് വേണം. ഫോർ എക്സാമ്പിൾ ബെൻസോയിൽ പെറോക്സൈഡ് ഒരു ഓർഗാനിക് പെറോക്സൈഡ് ആണ്.
ദ റിയാക്ഷൻ ടേക്ക് പ്ലേസ് അഗെയിൻസ്റ്റ് മർക്കോണിക്കോഫ് റൂൾ. മർക്കോണിക്കോഫ് റൂൾ അനുസരിച്ച് എന്താണ് പറഞ്ഞത്? പോസിറ്റീവ് ചാർജ് ഉള്ളത് സ്പീഷ്യസ് കാർബൺ ആറ്റത്തിനകത്ത് കൂടുതൽ ഹൈഡ്രജൻ ആറ്റം ഉള്ളിടത്തോട്ട് പോകുന്ന, എന്നാൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ആന്റി മർക്കോണിക്കോഫ് റൂളിനകത്ത് നടക്കുന്നു. ആന്റി മർക്കോണിക്കോഫ് റൂൾ or peroxide effect applied to the addition of HBr only and not to the addition of HI or HCl. HBr എന്നതാണ് ആന്റി മർക്കോണിക്കോഫ് റൂള് വരുന്നത്. ഇപ്പൊ ഇവിടെ വൺ ബ്യൂട്ടിനകത്ത് CH ഡബിൾ ബോണ്ട് CH2. ഈ CH ഡബിൾ ബോണ്ടിന്റെ ഈ കാർബണയിലാണ് ഹൈഡ്രജൻ കുറവുള്ളത്. നമ്മൾ സാധാരണയായിട്ട് മർക്കോണിക്കോഫ് റൂൾ അനുസരിച്ച് എങ്ങോട്ടാണ് ഹൈഡ്രജൻ കുറവുള്ളിടത്താണ് HBrനകത്ത് മൈനസ് ചാർജ് ഉള്ള പോകണം. മൈനസ് ചാർജ് ആരാണ്? Br ആണ്. ഈ Br ഈ കാർബൺ ആറ്റത്തിനകത്ത് ഏറ്റവും ലെസർ നമ്പർ ഉള്ളിടത്തോട്ട് പോകണം. പക്ഷേ അവിടെ പെറോക്സൈഡിന്റെ സാന്നിധ്യത്തിൽ റിയാക്ഷൻ നടന്നപ്പോൾ നമ്മുടെ Br പോയത് എങ്ങോട്ടാണ്? ഹൈഡ്രജൻ ആറ്റം കൂടുതലുള്ളിടത്തോട്ട് പോകണം. ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആന്റി മർക്കോണിക്കോഫ് അഡീഷൻ നടക്കുന്നു. ഇതിനെയാണ് ആന്റി മർക്കോണിക്കോഫ് റൂള് ഇതാകുന്നത്. ഇവിടെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആന്റി മർക്കോണിക്കോഫ് റൂൾ applies to the addition of HBr only and not to the addition of hydrogen iodide or HCl. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇവിടെ നമ്മുടെ ഹാലോ ആൽക്കൈൻസിനെ ആൽക്കൈൻസും ആൽക്കീൻസിൽ നിന്നും അല്ലാതെ തന്നെ ആൽക്കഹോൾസിൽ നിന്ന് പ്രിപ്പയർ ചെയ്യാം. ആൽക്കഹോൾസ് എന്താണ്? ആൽക്കഹോൾസ് ആൽക്കൈൻസിനകത്ത് ഹൈഡ്രജൻ മാറിയിട്ട് അവിടെ ഒരു OH ഗ്രൂപ്പ് വരുവാണെങ്കിൽ അതാണ് ആൽക്കഹോൾസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ എഥനോളിനകത്തോട്ട് നമ്മൾ HCl ആഡ് ചെയ്യുകയാണ്. HCl ആഡ് ചെയ്യുകയാണെങ്കിൽ ഈ CH3CH2OH HCl, ഇവിടുത്തെ OH ഉം കൂടെ അത് H2O ആയിട്ട് മാറിപ്പോകുന്നു. ഈ Cl OH പകരം വരുന്നു. CH3CH2Cl ആകുന്നു. അതാണ് ക്ലോറോ ഈഥെയ്ൻ പ്ലസ് H2 ആയി മാറുന്നു. എന്നിട്ട് ഇവിടെ നമ്മൾ ആൽക്കഹോളിനകത്തെ OH മാറിയിട്ട് അവിടെ Cl വരുന്നു. എന്നിട്ട് നമുക്കിവിടെ എന്തുണ്ടാകുന്നു? ഹാലോ ആൽക്കൈൻസ് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും ഫ്രം ആൽക്കഹോൾ. ഇതുമെല്ലാം ആൽക്കഹോൾസ് ആണ്. ഇവിടെ നമ്മൾ കാണുന്നത് 2-methyl 2-propanol ആണ്. അതിനകത്ത് OHനെ ഈ ആൽക്കഹോളിനകത്തോട്ട് HCl ആഡ് ചെയ്യുകയാണെങ്കിൽ OH മാറിയിട്ട് അവിടെ Cl വന്ന് ഹാലോ ആൽക്കൈൻസ് 2-chloro-2-methyl propane ആകുന്നു. Tertiary alcohols are very reactive and therefore they react readily with the concentrated HCl even in the absence of the chloride. ഈ tertiary alcohol ആണ് highly reactive. അതുപോലെ അന്നേരം നമ്മൾ ആൽക്കഹോളിനെ HCl-ഉമായിട്ട് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്നു? ഹാലോ ആൽക്കൈൻസ് കിട്ടുന്നു, അല്ലെങ്കിൽ HX-ഉമായിട്ട്. ഇനി ഇവിടെ അടുത്ത ആൽക്കഹോള് ഫോസ്ഫറസ് ട്രൈക്ലോറൈഡുമായിട്ട്, ഫോസ്ഫറസ് ഹാലൈഡ് ആണ്. ഫോസ്ഫറസ് ഹാലൈഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2 ടൈപ്പ് ഫോസ്ഫറസ് ഹാലൈഡ് ഉണ്ട്, PCl3, PCl5. ഈ ഫോസ്ഫറസ് ഹാലൈഡിനകത്ത് നമുക്ക് പറയാം PCl3 ആണെങ്കിൽ അവിടെ ക്ലോറിൻ ഉണ്ട്. ഈ ക്ലോറിൻ ആൽക്കഹോളിനകത്തെ OHനെ അവിടെ മാറ്റിയിട്ട് അവിടെ എന്താകുന്നു? അത് ഹാലോ ആൽക്കൈൻസ്. ഇപ്പം ക്ലോറിനാ വരുന്നെങ്കിൽ ഈഥൈൻ്റെ കൂടെ ക്ലോറോ ഈഥൈൻ ആകുന്നു. പ്ലസ് PCl3 ആഡ് ചെയ്യുവാണെങ്കിൽ അവിടെ വേറെ ഫോസ്ഫറസ് ആസിഡ് ഉണ്ടാകുന്നു, H3PO3 ഉണ്ടാകുന്നു. ഓർത്തിരിക്കുക, ബൈ പ്രൊഡക്റ്റ് ഫോസ്ഫറസ് ആസിഡ് ആണ് PCl3ക്ക്. ബ്രോമോ ആൽക്കൈൻസ് ആൻഡ് ഐഡോ ആൽക്കൈൻസ് ആർ പ്രിപ്പയർഡ് ബൈ ദ ആക്ഷൻ ഓഫ് PBr3 ആൻഡ് PI3. As PBr3 and PI3 are not very stable compounds, they are prepared by the action of red phosphorus on bromine or iodine. കണ്ടീഷൻ പറയുന്നുള്ളത് നമ്മുടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ആൽക്കഹോളിനെ PCl3യുമായിട്ട് റിയാക്ട് ചെയ്താൽ ഹാലോ ആൽക്കൈൻസ് നിർമ്മിക്കാൻ സാധിക്കും. അതുപോലെ ആൽക്കഹോള് KBr സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ ഇവിടുത്തെ Br OHന് പകരം വന്ന് ബ്രോമോ ഈഥൈൻ ആകുന്നു. അതുപോലെ അയഡിൻ ചേർക്കുകയാണെങ്കിൽ ഐഡോ ഈഥൈൻ ഉണ്ടാകുന്നു. ഇതെല്ലാം OH പ്രിപ്പറേഷൻ ഓഫ് ഹാലോ ആൽക്കൈൻസ് ആണ്. ഇവിടെ നമ്മളിപ്പം ഐഡോ ആൽക്കൈൻസ് ആണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഈ മുകളിൽ കണ്ടിരിക്കുന്ന റിയാക്ഷനകത്ത് ബ്രോമോ ഈഥൈൻ ആണ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മളിവിടെ പല പ്രിപ്പറേഷൻ മെത്തേഡാണ് നമുക്ക് പഠിക്കാൻ സാധിക്കും. ഇവിടെ എല്ലാം ആൽക്കഹോളിൽ നിന്ന് നമുക്ക് ഹാലോ ആൽക്കൈൻസ് ഉണ്ടാക്കാൻ സാധിക്കും. നമുക്കൊന്ന് നോക്കാം. ആൽക്കഹോളിന്റെ ജനറൽ ഫോർമുലയാണ് ROH. പല റിയേജൻസ് ഉപയോഗിച്ചാൽ ഈ ആൽക്കഹോളിനെ നമുക്ക് എന്താക്കാൻ സാധിക്കും? ഹാലോ ആൽക്കൈൻസ് ആക്കാൻ സാധിക്കും. ഏതൊക്കെയാണ് റിയേജൻസ് എന്ന് നമുക്ക് നോക്കാം. ആൽക്കഹോളിനെ HCl-ഉമായിട്ട് സിങ്ക് ക്ലോറൈഡിന്റെ സാന്നിധ്യത്തിൽ റിയാക്ട് ചെയ്യുവാണെങ്കിൽ ഈ Cl OHന്റെ സ്ഥാനത്തോട്ട് കയറിയിരുന്ന RCl ആകും. ഇതൊരു ഹാലോ ആൽക്കൈൻസ് ആണ്. ഇവിടെ ക്ലോറിൻ ആയതുകൊണ്ട് ക്ലോറോ ആൽക്കൈൻ ആണ് ഇത്, പ്ലസ് H2O. അതുപോലെ ആൽക്കഹോളിൻ്റെ അകത്തോട്ട് സോഡിയം ബ്രോമൈഡും സൾഫ്യൂരിക് ആസിഡും ചേർത്താൽ നമുക്ക് ബ്രോമോ ആൽക്കൈൻ ഉണ്ടാക്കാം. ബ്രോമോ ആൽക്കൈൻ. ഓക്കെ,
ബൈ പ്രൊഡക്റ്റ് സോഡിയം ബൈസൾഫേറ്റും H2O ആണ്. ആൽക്കഹോളിൻ്റെ അകത്തോട്ട് PX3 മീൻസ് ഫോസ്ഫറസ് ട്രൈഹാലൈഡ്. ഫോസ്ഫറസ് ട്രൈഹാലൈഡ് ഉണ്ടാകുമ്പോൾ നമ്മൾ പഠിച്ചു ഹാലോ ആൽക്കെയിൻ പ്ലസ് H3PO3 ആസിഡ് ഉണ്ടാകുന്നു. ഓക്കെ, ഇവിടെ ക്ലോറിനും ബ്രോമിനുമാണ് എക്സ് ആയിട്ട് വരുന്നത്. ക്ലോറിൻ ബ്രോമിൻ. ROHനകത്തോട്ട് PCl5 ചേർത്താണ് ഫോസ്ഫറസ് പെന്റാക്ലോറൈഡ്. ഇത് ഫോസ്ഫറസ് ട്രൈ ആയിരുന്നു, ഇത് ഫോസ്ഫറസ് പെന്റാക്ലോറൈഡ്. ഫോസ്ഫറസ് പെന്റാക്ലോറൈഡ് വെച്ചാലും ഇവിടുത്തെ ക്ലോറിൻ OHന്റെ സ്ഥാനത്ത് കയറിയിരുന്ന് ഹാലോ ആൽക്കെയിൻ ഉണ്ടാകുന്നു. ഇവിടുത്തെ ബൈ പ്രൊഡക്റ്റ് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ബൈ പ്രൊഡക്റ്റ് POCl3 ആണ്. ഫോസ്ഫറസ് ട്രൈക്ലോറൈഡ് വന്നപ്പോൾ എന്തായിരുന്നു? H3PO3 ആണ്. H3PO3 ഫോസ്ഫറസ് ആസിഡ് ആയിരുന്നു. ഇവിടെ വന്നിരിക്കുന്നത് POCl3 പ്ലസ് HCl. ഈ ബൈ പ്രൊഡക്റ്റുകൾ ഒന്ന് മാറാതെ ഓർത്തിരിക്കുക. ഫോസ്ഫറസ് ട്രൈക്ലോറൈഡും ഫോസ്ഫറസ് പെന്റാക്ലോറൈഡും വന്നാൽ എന്താണ് വ്യത്യാസം? അടുത്താണ് ആൽക്കഹോളിനെ നമുക്ക് ഹാലോ ആൽക്കെയിൻസ് ആക്കാം. റെഡ് ഫോസ്ഫറസും ഹാലജനുമായിട്ട് ട്രീറ്റ് ചെയ്താൽ മതി. റെഡ് ഫോസ്ഫറസും ഹാലജനുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ഹാലജൻ വന്ന് OHന്റെ സ്ഥാനത്ത് ആൽക്കഹോളിന്റെ അടുത്ത് കയറിയിരുന്ന ഹാലോ ആൽക്കെയിൻസ് ഉണ്ടാകുന്നു. ഇനി അടുത്ത മെത്തേഡാണ് ഹാലോ ആൽക്കെയിൻ ഉണ്ടാക്കാൻ ആൽക്കഹോളിന് തയോണിയൽ ക്ലോറൈഡിന്റെ ഫോർമുലയാണ് SOCl2. നമുക്കിവിടെ ഉണ്ടാവുകയാണ് RCl പ്ലസ് SO2 പ്ലസ് HCl. ഇവിടെ RCl പ്ലസ് SO2 പ്ലസ് HCl എന്ന് പറയുന്നത് ഗ്യാസ് ആണ്. SO2 പ്ലസ് HCl എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ബോർഡ് എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ്. ദ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഓഫ് ആൻ ആൽക്കഹോൾ ഇസ് റീപ്ലേസ്ഡ് ബൈ ഹാലജൻ ഓൺ റിയാക്ഷൻ വിത്ത് കോൺസെൻട്രേറ്റഡ് ഹാലജൻ ആസിഡ്, ഫോസ്ഫറസ് ഹാലൈഡ് ഓർ തയോണിയൽ ക്ലോറൈഡ്. ഇത് ആൽക്കഹോളിന് നമുക്ക് ഇതിവിടെ എല്ലാം ഹാലോ ആൽക്കെയിൻസ് ആക്കി മാറ്റാൻ പലതരത്തിലുള്ള റിയേജൻസ് ഉപയോഗിച്ചാൽ മതി എന്നാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതിനകത്ത് തയോണിയൽ ക്ലോറൈഡ് ആണ് ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത്. അതിന് കാരണം തയോണിയൽ ക്ലോറൈഡ് ഇസ് പ്രിപ്പയർഡ് ബിക്കോസ് ഇൻ ദിസ് റിയാക്ഷൻ ആൽക്കൈൽ ഹാലൈഡ് ഇസ് ഫോം along with the gases SO2 and HCl. നമുക്കൊന്ന് നോക്കാം. ആൽക്കഹോളിനകത്തോട്ട് തയോണിയൽ ക്ലോറൈഡ് ഉപയോഗിച്ചപ്പോൾ നമുക്ക് ഹാലോ ആൽക്കെയിൻസ്, അതായത് ക്ലോറോ ആൽക്കെയിൻ കിട്ടി. പ്ലസ് ബൈ പ്രൊഡക്റ്റ് ഓർക്ക് SO2 പ്ലസ് HCl. SO2 HCl ഗ്യാസസ് ആണ്. ദി ടു ഗ്യാഷ്യസ് പ്രൊഡക്റ്റ് ആർ എസ്കേപ്പബിൾ. ഇത് രണ്ടും ഈ പ്രൊഡക്റ്റിൽ നിന്ന് അങ്ങ് രക്ഷപ്പെട്ടത് പോകും. നമുക്ക് ശുദ്ധമായ നല്ല പ്യൂർ ആയിട്ടുള്ള ക്ലോറോ ആൽക്കെയിൻ ഇവിടെ കിട്ടുന്നു. അന്നേരം ഏറ്റവും നല്ല റിയേജന്റ് തയോണിയൽ ക്ലോറൈഡ് ആണ് നമുക്ക് ഹാലോ ആൽക്കെയിൻസ് നിർമ്മിക്കാൻ ഉള്ളത്. അന്നേരം ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം, എന്തുകൊണ്ടാണ് തയോണിയൽ ക്ലോറൈഡ് ഏറ്റവും നല്ല റിയേജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്? നമുക്ക് പറയണം, ഇവിടെ ബൈ പ്രൊഡക്റ്റ് SO2 HCl ഗേഷ്യസ് പ്രൊഡക്റ്റ് ആണ്, അത് എസ്കേപ്പബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് പ്യൂർ ആയിട്ടുള്ള ആൽക്കൈൽ ഹാലൈഡ് കിട്ടുന്നു. ഓക്കെ, with the thionyl chloride CH3CH2OH plus SOCl2 in presence of pyridine. thionyl chloride CH3CH2Cl plus SO2 plus HCl കിട്ടുന്നു. ഈ this method is preferred than other method because both the products of the reaction SO2 and HCl are gases and can easily escape leaving behind pure alkyl halide. Important ആണ്, ഓർത്തിരിക്കുക. ഇനി നമുക്ക് അടുത്ത അയഡോ ഈഥൈൻ. നമ്മൾ സാധാരണ എല്ലാ മെത്തേഡ്സിനകത്തും പഠിക്കുന്നത് ക്ലോറോയും ബ്രോമോയും ആൽക്കെയിൻസിനെ പറ്റിയാണ്. ക്ലോറോ ആൽക്കെയിൻ അല്ലെങ്കിൽ ബ്രോമോ ആൽക്കെയിൻ പ്രിപ്പറേഷൻ മെത്തേഡാണ്. എന്നാൽ ഇവിടെ നമ്മൾ അയഡോ ഈഥൈൻ, അത് ഒരു പ്രത്യേക തരത്തിലുള്ള റിയാക്ഷൻ. നമുക്കിവിടെ CH3CH2Br പ്ലസ് സോഡിയം അയഡൈഡ് ഇൻ പ്രസൻസ് ഓഫ് അസറ്റോൺ ആൻഡ് ഹീറ്റ്. നമുക്കത് ഈ ബ്രോമിനെ മാറ്റിയിട്ട് അവിടെ അയഡിൻ കയറിയിരിക്കുന്നു. CH3CH2I ആകുന്നു, അയഡോ ഈഥൈൻ ആകുന്നു, പ്ലസ് സോഡിയം ബ്രോമൈഡ്. ഇത് ബൈ ഹാലൈഡ് എക്സ്ചേഞ്ച് ആണ് ഉണ്ടാകുന്നത്. ഹാലൈഡ് എക്സ്ചേഞ്ച് എങ്ങനെയാണ്? CH3CH2Br-നകത്ത് Br-നെ മാറ്റിയിട്ട് അയഡിൻ അവിടെ കയറിയിരിക്കണം. അതാണ് ഹാലജൻ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഈ റിയാക്ഷൻ പറയുന്നത് ഫിംഗൽസ്റ്റൈൻ റിയാക്ഷൻ. ഫിംഗൽസ്റ്റൈൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഹൈഡോ ഈഥൈൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി, അയഡോ ആൽക്കെയിൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അയഡോ ആൽക്കെയിൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അത് ആൽക്കൈൽ ബ്രോമൈഡും സോഡിയം അയഡൈഡും ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ബ്രോമിനെ മാറ്റിയിട്ട് അയഡിൻ അവിടെ കയറിയിരുന്ന അയഡോ ഈഥൈൻ ഉണ്ടാകുന്നു. ഇതാണ് ഫിംഗൽസ്റ്റൈൻ റിയാക്ഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്, നെയിംഡ് റിയാക്ഷൻ ആയതുകൊണ്ട് ബോർഡ് എക്സാമിനൊക്കെ നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാം കേട്ടോ. ഫിംഗൽസ്റ്റൈൻ റിയാക്ഷൻ. അടുത്താണ് ഫ്ലൂറോ ഈഥൈൻ. ഫ്ലൂറോ ഈഥൈനും പ്രത്യേക തരത്തിലുള്ളതാണ്. കാരണം ഫ്ലൂറോ ഈഥൈനും അതിന്റെ റിയേജൻസ് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ആൽക്കൈൽ ക്ലോറൈഡ് പ്ലസ് മെർക്കുറസ് ഫ്ലൂറൈഡ്. ശ്രദ്ധിക്കുക, മെർക്കുറസ് ഫ്ലൂറൈഡ് Hg2F2. മെർക്കുറസ് ഫ്ലൂറൈഡുമായിട്ട് ആൽക്കൈൽ ക്ലോറൈഡിനെ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫ്ലൂറോ ഈഥൈൻ കിട്ടുന്നു. അതായത് ഈ ക്ലോറിനെ മാറ്റിയിട്ട് അവിടെ മെർക്കുറസ് ഫ്ലൂറൈഡിനകത്ത് ഫ്ലൂറിൻ വന്ന് കയറിയിരിക്കുന്നു. ഫ്ലൂറോ ഈഥൈൻ പ്ലസ് Hg2Cl2 ഉണ്ടാകുന്നു.
ഈ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫ്ലൂറോ ഈഥേൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ്. ഫ്ലൂറോ ഈഥേൻ പ്രിപ്പയർ ചെയ്യുന്ന റിയാക്ഷൻ പറയുന്നത് സ്വാർട്സ് റിയാക്ഷൻ. എന്നാ പറയുന്നത്? സ്വാർട്സ് റിയാക്ഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മൾ അയഡോ ഈഥേൻ പഠിച്ചു, അത് ഫ്ലൂറോ ഈഥേൻ പഠിക്കുന്നു. രണ്ടും നെയിംഡ് റിയാക്ഷൻ ആണ്, ഓർത്തിരിക്കുക. സ്വാർട്സ് റിയാക്ഷൻ. ബ്രോമോ ഈഥേൻ സിൽവർ അസറ്റേറ്റും ബ്രോമിനും കാർബൺ ടെട്രാക്ലോറൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ബ്രോമോ ഈഥേൻ പ്ലസ് കാർബൺ ഡയോക്സൈഡ് പ്ലസ് AgOR ഉണ്ടാകുന്നു. ഇതെല്ലാം പലതരത്തിലുള്ള പ്രിപ്പറേഷൻ മെത്തേഡാണ് ഹാലോ ആൽക്കൈൻസിന്റെ. ക്ലോറോ ആൽക്കൈൻസ് ക്യാൻ ഓൾസോ ബി ഒബ്റ്റൈൻഡ് ബൈ ദിസ് മെത്തേഡ് ബൈ യൂസിംഗ് ക്ലോറിൻ ഇൻസ്റ്റീഡ് ഓഫ് ബ്രോമിൻ, ബട്ട് ദ yield ഓഫ് ഹാലോ ആൽക്കൈൻസ് ആർ വെരി പുവർ. നമുക്ക് ഹാലോ അരീൻസിന്റെ പ്രിപ്പറേഷൻ മെത്തേഡ് നോക്കാം. ഡയറക്റ്റ് ഹാലജനേഷൻ ഓഫ് അരോമാറ്റിക് റിംഗ് ആണ്. അതായത് ബെൻസീൻ റിംഗിനകത്തോട്ട് ക്ലോറിൻ കൊടുക്കുകയാണ്. ഇൻ പ്രസൻസ് ഓഫ് FeCl3. ഇവിടെ കണ്ടീഷൻ ടെമ്പറേച്ചർ 310 തൊട്ട് 320 കെൽവിൻ ആണ്. നമുക്ക് ക്ലോറോ ബെൻസീൻ പ്ലസ് HCl ഉണ്ടാകുന്നു. പ്രിപ്പറേഷൻ മെത്തേഡ് ഓഫ് ഹാലോ അരീൻസ് ആണ് ഇപ്പം നമ്മൾ പഠിക്കുന്നത്. ഹാലോ അരീൻസ്. ഇനി ബ്രോമോ ബെൻസീൻ ഉണ്ടാകണമെങ്കിൽ FeBr3 റിയേജന്റ് ആയിട്ട് ആഡ് ചെയ്യുവാണെങ്കിൽ അവിടെ നമുക്ക് ബ്രോമോ ബെൻസീൻ കിട്ടുന്നു. ഹാലജനേഷൻ ഓഫ് അരീൻ ഈസ് ആൻ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. ഹാലജനേഷൻ ഓഫ് അരീൻ ഈസ് ആൻ ഇലക്ട്രോഫിലിക്, അതായത് ബെൻസീൻ റിംഗിനകത്തോട്ട് ഹാലജനേഷൻ നടത്തുന്ന ഒരു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. The function of the halogen carrier is to generate electrophil. What is electrophil? Electrophil means electron loving. Electron loving എന്ന് പറയുമ്പോൾ the function of the halogen carrier is to generate electrophil which attack benzene ring to form the product. ഇപ്പം നമുക്കിവിടെ Cl ക്ലോറോ ബെൻസീനകത്തോട്ട് Cl2 ആഡ് ചെയ്യുവാണെങ്കിൽ ഇൻ പ്രസൻസ് ഓഫ് FeCl3 ഓർത്തോ ഡൈക്ലോറോ ബെൻസീനും പാരാ ഡൈക്ലോറോ ബെൻസീനും ഉണ്ടാകുന്നു. അതുപോലെ ടൊളുവിനകത്തോട് ക്ലോറിനേഷൻ നടത്തുവാണ് ഇൻ പ്രസൻസ് ഓഫ് FeCl3. പിന്നെ ഇവിടുത്തെ ഹൈഡ്രജനെ മാറ്റിയിട്ട് ക്ലോറിനെ കൊണ്ടുവരുവാണ്. ഓർത്തോ ക്ലോറോ ടൊളുവിനും പാരാ ക്ലോറോ ടൊളുവിനും ഉണ്ടാകുന്നു പ്ലസ് HCl. പലതരത്തിലുള്ള പ്രിപ്പറേഷൻ മെത്തേഡാണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നെയിംഡ് റിയാക്ഷൻ സാൻമേസ് റിയാക്ഷൻ. സാൻമേസ് റിയാക്ഷനും ഹാലോ അരീൻസ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷൻ മെത്തേഡാണ്. ഹാലോ അരീൻസ് ആയി ക്ലോറോ ബെൻസീൻ ആണെങ്കിൽ ഇതാണ് ഈ ബെൻസിൻ റിംഗിൽ N2 പ്ലസ് Cl മൈനസ് വരുവാണെങ്കിൽ അതിന് പറയുന്നത് ബെൻസിൻ ഡൈസോണിയം ക്ലോറൈഡ്. ഈ ബെൻസിൻ ഡൈസോണിയം ക്ലോറൈഡിനകത്തോട്ട് CuCl HCl കൂടെ ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ N2Cl അവിടെ മാറിയിട്ട് അവിടെ നമ്മൾ ക്ലോറിനെ ആഡ് ചെയ്യണം. അങ്ങനെ ക്ലോറോ ബെൻസിൻ. ഇവിടുത്തെ നൈട്രജൻ എന്തായി മാറുന്നു? N2 ആയി മാറുന്നു. നൈട്രജൻ ഗ്യാസ് ആയി മാറുന്നു. പ്ലസ് Cl എന്ന് പറയുന്നത് HCl, ഇവിടുത്തെ HCl ആയി മാറുന്നു. ക്ലോറോ ബെൻസിൻ പ്ലസ് നൈട്രജൻ പ്ലസ് HCl ഉണ്ടാകുന്നു. ഈ ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ആണ്. കാരണം പ്ലസും മൈനസും ഉള്ളതുകൊണ്ട് അത് പെട്ടെന്ന് അടുത്ത കോമ്പൗണ്ട് ആണ് റെഡി ആകുന്ന ആളാണ്. അതുകൊണ്ടാണ് ഈ ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിനകത്തോട്ട് CuCl HCl കൂടെ ആഡ് ചെയ്താൽ അത് പെട്ടെന്ന് തന്നെ അത് ഹാലോ അരീനായി മാറുന്നു. ഇനി അടുത്ത ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിന് നമുക്കൊരു ബ്രോമോ ബെൻസിൻ വേണം. ബ്രോമോ ബെൻസിൻ വെക്കാൻ വേണ്ടി ഇവിടെ CuCl പകരം CuBr ആഡ് ചെയ്യുക. അതുപോലെ HCl പകരം HBr ആഡ് ചെയ്യുക. നമുക്ക് അന്നേരം ഈ ബെൻസീൻ റിംഗിനകത്തോട്ട് ബ്രോമിൻ ആഡ് ചെയ്യുന്നു. ബ്രോമോ ബെൻസീൻ ആകുന്നു പ്ലസ് N2 പ്ലസ് HCl. ഇവിടുത്തെ Cl ഹൈഡ്രജൻ്റെ കൂടെ പോയിട്ട് HCl ആയി മാറുന്നു. നമ്മളിവിടെ സാൻമേസ് റിയാക്ഷൻ ഒബ്സർവ് ചെയ്യുന്നത്. സാൻമേസ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഹാലോ അരീൻസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് സാൻമേസ് റിയാക്ഷൻ. ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിനോട് CuCl HCl അതുപോലെ ബ്രോമിൻ ആണ് പ്രൊഡക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ CuBr HBr ആഡ് ചെയ്തെങ്കിൽ നമുക്ക് ബ്രോമോ ബെൻസീൻ കിട്ടുന്നു. ഓക്കെ, ഇതാണ് സാൻമേസ് റിയാക്ഷൻ. അടുത്ത ഒന്നുകൂടെ മോഡിഫൈ ചെയ്ത റിയാക്ഷൻ ഗട്ടർമാൻ റിയാക്ഷൻ. ഗട്ടർമാൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ സാൻമേസ് റിയാക്ഷനകത്ത് CuCl ഉണ്ടായിരുന്നു. അതിന് പകരം ഇവിടെ കോപ്പർ മാത്രം ആഡ് ചെയ്യും. കോപ്പറും HCl മാത്രം ആഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ പ്രൊഡക്റ്റ് N2Cl ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിനകത്ത് N2Cl മാറ്റിയിട്ട് നമുക്ക് ക്ലോറിൻ അവിടെ ഡയറക്റ്റ് ആയിട്ട് ലിങ്ക് ചെയ്യുന്നു. അതാണ് ക്ലോറോ ബെൻസീൻ പ്ലസ് N2 ഉണ്ടാകുന്നു. N2. അതുപോലെ തന്നെ അടുത്ത നമുക്ക് CuBr ബ്രോമോ ബെൻസീൻ ഉണ്ടാകണമെങ്കിൽ CuBr HBr കൂടെ ആഡ് ചെയ്യുമ്പോൾ N2Cl മാറ്റിയിട്ട് അവിടെ എന്ത് വരുന്നു? ബ്രോമിൻ ആഡ് ചെയ്യുകയാണ്. അതാണ് ബ്രോമോ ബെൻസീൻ പ്ലസ് N2 പ്ലസ് HCl. ഇതിനെയാണ് ഗട്ടർമാൻ റിയാക്ഷൻ. ഗട്ടർമാൻ റിയാക്ഷൻ സാൻമേസ് റിയാക്ഷൻ തമ്മിലുള്ള വ്യത്യാസം ഇവിടെ നമ്മുടെ ഇവിടെ കോപ്പർ തന്നെ ആണ് ഓർത്തിരിക്കുക. അതുപോലെ കോപ്പറും HCl എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതുപോലെ അയോഡോബെൻസിൻ ഉണ്ടാകാൻ വേണ്ടി ബെൻസിൻ ഡൈസോണിയം ക്ലോറൈഡ് പൊട്ടാസ്യം അയോഡൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ അത് നൈട്രജൻ പ്ലസ് KCl ഉണ്ടാകുന്നു. ഇനി ഫ്ലൂറോ ബെൻസീന് ഒരു പ്രത്യേക തരത്തിലുള്ള റിയാക്ഷൻ ആണ്. അതിന് പറയുന്നത് വേണ്ട ബാൾസ് ഷീമാൻ റിയാക്ഷൻ. ഓർത്തിരിക്കുക, ബാൾസ് ഷീമാൻ റിയാക്ഷൻ.
ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിനകത്തോട്ട് ഫ്ലൂറോബോറിക് ആസിഡ്, ഫ്ലൂറോബോറിക് ആസിഡിന്റെ ഫോർമുലയാണ് HbF4. ഫ്ലൂറോബോറിക് ആസിഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ഉണ്ടാകുന്നു. ഈ കോമ്പൗണ്ട് ഹീറ്റ് ചെയ്യുമ്പോൾ N2BF4 ഒക്കെ മാറിപ്പോയിട്ട് അവിടെ ഫ്ലൂറിൻ ആഡ് ചെയ്യുന്നു. അതായത് ഫ്ലൂറോ ബെൻസീൻ പ്ലസ് BF3 പ്ലസ് N2. ബാൾ-ഷീമാൻ റിയാക്ഷൻ എന്ന് പറയുന്നത് ഫ്ലൂറോ ബെൻസീൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ്. എവിടെ നിന്നാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിനെ ഫ്ലൂറോബോറിക് ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്ലൂറോ ബെൻസീൻ ഉണ്ടാകുന്നു. ഈ റിയാക്ഷൻ പറഞ്ഞ പേരാണ് ബാൾ-ഷീമാൻ റിയാക്ഷൻ. ഓക്കെ, ബെൻസീൻ പ്ലസ് അയഡിൻ ഗീവ്സ് അയഡോബെൻസീൻ. അതുപോലെ ഹൈഡ്രജൻ അയഡൈഡ് പ്ലസ് അയഡിക് ആസിഡ് ഗീവ്സ് H2O പ്ലസ് I2. നമുക്ക് അയഡോബെൻസീൻ ഉണ്ടാകാൻ വേണ്ടി ബെൻസീനെ തൊട്ട് അയഡിൻ ആഡ് ചെയ്താൽ അയഡോബെൻസീൻ ഉണ്ടാകുന്നു. നമുക്ക് പലതരത്തിലുള്ള ബെൻസൈൽ ക്ലോറൈഡ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ടൊളുവിൻ പ്ലസ് ക്ലോറിനേഷൻ നടത്തുമ്പോൾ നമുക്ക് ക്ലോറോ ഫീനൈൽ മീഥേൻ അല്ലെങ്കിൽ ബെൻസൈൽ ക്ലോറൈഡ് ഉണ്ടാകുന്നു പ്ലസ് HCl. അതുപോലെ CH2Cl ബെൻസീൻ. അവിടെ ഈ കോമ്പൗണ്ടിനകത്തോട്ട് നമുക്ക് അതിൻ്റെ ക്ലോറിൻ്റെ അളവ് കൂട്ടണമെങ്കിൽ ക്ലോറിനേഷൻ നടത്തുമ്പോൾ നമുക്ക് ഡൈക്ലോറോ ഫീനൈൽ മീഥേൻ ഉണ്ടാകുന്നു. പിന്നെയും ക്ലോറിനേഷൻ സൺലൈറ്റിന്റെ സാന്നിധ്യത്തിൽ നടത്തുമ്പോൾ ട്രൈക്ലോറോ ഫീനൈൽ മീഥേൻ ഉണ്ടാകുന്നു. പലതരത്തിലുള്ള പ്രിപ്പറേഷനാണ്. അതുപോലെ ബ്രോമോ കോമ്പൗണ്ട്സ് ക്യാൻ ബി പ്രിപ്പയർഡ് ഇൻ എ സിമിലർ വേ ബൈ റിയാക്ടിംഗ് വിത്ത് ബ്രോമിൻ ഇൻ ദ പ്രസൻസ് ഓഫ് FeBr3. The reaction with the fluorine is violent and cannot be controlled. Therefore, fluoroarene cannot be prepared by direct fluorination of aromatic hydrocarbon. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഫ്ലൂറിനുമായിട്ട് റിയാക്ഷൻ നടത്തുവാണെങ്കിൽ പെട്ടെന്ന് പൊട്ടിത്തെറിയൊക്കെയാണ്, വയലന്റ് ആണ്. ആൻഡ് cannot be controlled. Therefore, fluoroarenes cannot be prepared by direct fluorination of aromatic hydrocarbon. ഡയറക്റ്റ് ഫ്ലൂറിനേഷൻ നടത്തി നമുക്ക് ഫ്ലൂറോ അരീൻസ് നിർമ്മിക്കാൻ സാധിക്കില്ല. നമ്മളിവിടെ പ്രിപ്പറേഷൻ ഓഫ് ഹാലോ ആൽക്കൈൻസ് ആണ്. ഹാലോ ആൽക്കൈൻസ് പലതരത്തിലുള്ള ആൽക്കഹോളിനെയും എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഹാലോ അരീൻസ് ആക്കി മാറ്റാൻ സാധിക്കും. ആൽക്കീൻസിനെ നമുക്ക് ഹാലോ അരീൻസ് ആയിട്ട് ഹാലോ ആൽക്കൈൻസ്, ഇവിടെ ഹാലോ ആൽക്കൈൻസിന്റെ ഇതാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. അടുത്തതാണ് ഇപ്പൊ നമ്മൾ പ്രിപ്പറേഷൻ മെത്തേഡ് പഠിച്ചു. ഹാലോ ആൽക്കൈൻസിന്റെയും ഹാലോ അരീൻസിന്റെയും പ്രിപ്പറേഷൻ മെത്തേഡ് പഠിച്ചു. നമുക്ക് ഇനി അതിന്റെ റിയാക്ഷൻസ്, ഹാലോ ആൽക്കൈൻസിന്റെ ഹാലോ അരീൻസിന്റെ റിയാക്ഷൻസ്. ഇവിടെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഉണ്ട്, എലിമിനേഷൻ റിയാക്ഷൻ ഉണ്ട്, റിയാക്ഷൻ വിത്ത് മെറ്റൽസ് ഉണ്ട്. ഹാലോ ആൽക്കൈൻസിന്റെ റിയാക്ഷൻസ് ആണ്, 3 ടൈപ്പ് ഉണ്ട്. നമുക്ക് ഒന്നാമത്തെ റിയാക്ഷൻ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പകരം വേറെ ഒരാൾ വരിക. എന്താണ് ന്യൂക്ലിയോഫിലിക് എന്ന് പറഞ്ഞാൽ? ന്യൂക്ലിയോഫിലിക്കിന്റെ അർത്ഥം ന്യൂക്ലിയസിനെ ലവ് ചെയ്യുന്ന ആൾ. ന്യൂക്ലിയസിനെ ലവ് ചെയ്യുന്ന ആളെന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിന്റെ ചാർജ് പോസിറ്റീവാണ്. പോസിറ്റീവ് ചാർജുള്ള ആളെ ഇഷ്ടപ്പെടുന്ന ആള് എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നെഗറ്റീവ് ചാർജ് ഉള്ള ആൾ പോസിറ്റീവിന്റെ അടുത്ത് പോകുന്നു. In the carbon halogen bond, there is a partial positive charge on the carbon atom and negative on the halogen atom. കാരണം ഈ ഹാലോ ആൽക്കൈൻസിനകത്ത് കാർബണ് പോസിറ്റീവ് ചാർജും പാർഷ്യൽ പോസിറ്റീവ് ചാർജും ഹാലജന് പാർഷ്യൽ നെഗറ്റീവ് ചാർജുമാണ്. എന്താണ് കാരണം? ഹാലജന് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലുണ്ട്. Thus nucleophile attack the electron deficient carbon. ന്യൂക്ലിയോഫിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂക്ലിയസ് ലവിംഗ്. ന്യൂക്ലിയസ് ലവിംഗ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജ്. അറ്റാക്കിംഗ് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് കാർബൺ. കാർബൺ പോസിറ്റീവ് ചാർജ് ആണ്, അതുകൊണ്ടാണ് നെഗറ്റീവ് ചാർജുള്ള ന്യൂക്ലിയോഫിലിംഗ് വരും. റിസൾട്ടിംഗ് ഇൻ ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ വീക്കർ ന്യൂക്ലിയോഫൈൽ ദ ഹാലൈഡ് അയോൺ. അപ്പൊ RX പ്ലസ് Z മൈനസ് വരുവാണെങ്കിൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? ആ Z മൈനസ് എക്സിനേക്കാളും അതിന് ശക്തി കൂടുതലാണ്. അതിന്റെ ഫലമായിട്ട് അത് ഡിസ്പ്ലേസ് ചെയ്യുന്നു. ഡിസ്പ്ലേസ്മെന്റ് ഓഫ് വീക്കർ ന്യൂക്ലിയോഫൈൽ ഇൻ ദ ഹാലൈഡ് അയോൺ. നമുക്ക് അന്നേരം ഇവിടെ ഒബ്സർവ് ചെയ്യാൻ പറ്റും RX പ്ലസ് Z മൈനസ്. ഈ Z മൈനസ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയോഫിൽ ആണ്. ന്യൂക്ലിയോഫിൽ. ഈ ന്യൂക്ലിയോഫിൽ എന്താണ് ന്യൂക്ലിയോഫിൽ ആകാൻ കാരണം? ന്യൂക്ലിയസിനെ ഇഷ്ടപ്പെടുന്ന ആളാരോ അതിനെയാണ് ഫിൽ എന്ന് പറഞ്ഞാൽ ലവി. ഇഷ്ടപ്പെടുന്ന ആളാണ് നെഗറ്റീവ് ചാർജുള്ള ആൾ. കാരണം ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജാണ്, നെഗറ്റീവ് ചാർജുള്ള ആൾ വരുന്നു. ഈ RXന്റെ അടുത്ത് വന്നിട്ട് എക്സിനെ അവിടെ മാറ്റിയിട്ട് RZ പ്ലസ് ഈ എക്സിനെ അങ്ങോട്ട് തള്ളി മാറ്റിക്കളയുന്നു. ഇതാണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ. The reactivity of haloalkane is due to the polarity of the CX bond. കാർബണ് പാർഷ്യൽ പോസിറ്റീവും എക്സിന് പാർഷ്യൽ നെഗറ്റീവ് ചാർജും. The partially positive charged carbon atom is attacked by nucleophile.
ഈ പോസിറ്റീവ് ചാർജുള്ള കാർബണിൻ്റെ അടുത്താണ് ന്യൂക്ലിയോഫിൽ വരുന്നത്. ന്യൂക്ലിയോഫിലിൻ്റെ ചാർജിനാണ് നെഗറ്റീവ് ചാർജ്. In this substitution reaction, there are two types of mechanism. SN1 mechanism ഉണ്ട്, SN2 mechanism കൂടെ ഉണ്ട്. നമുക്ക് ഈ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ കുറച്ച് റിയാക്ഷൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഹാലോ ആൽക്കൈൻസിൻ്റെ RX ഹാലോ ആൽക്കൈൻ പ്ലസ് KCN. എന്നിട്ട് നമുക്ക് വരുന്ന റിയേജന്റ് പ്ലസും മൈനസും ആക്കാൻ അറിയണം. ഇവിടെ പൊട്ടാസ്യം പ്ലസും CN മൈനസും ആണ്. ഇവിടുത്തെ പ്ലസും എക്സും കൂടെ അങ്ങ് പോകുന്നു. എന്നിട്ട് ഈ മൈനസ് ന്യൂക്ലിയോഫില് ഇവിടെ വന്ന് എക്സിന്റെ സ്ഥാനത്ത് വരുന്നു. ആൽക്കൈൻ നൈട്രേറ്റ് അതായത് RCN ആകുന്നു. പ്ലസ് K പ്ലസിന്റെ കൂടെ എക്സ് അങ്ങ് പോകുന്നു, KX. ആൽക്കൈൽ സയനൈഡ് ഉണ്ടാകുന്നു. ഓക്കെ, അടുത്ത ഈരൈൽ ബ്രോമൈഡിനകത്തോട്ട് പൊട്ടാസ്യം സയനൈഡ് വരുന്നു. ഈ ബ്രോമൈഡിനെ മാറ്റിയിട്ട് CN അങ്ങോട്ട് കയറിയിരിക്കുന്നു. അന്നേരം അത് പ്രൊപ്പൈൻ നൈട്രൈൽ അല്ലെങ്കിൽ ഈരൈൽ സയനൈഡ് ആകുന്നു. നൈട്രൈൽ എന്നും പറയാം, സയനൈഡ് എന്നും പറയാം. പ്രൊപ്പൈൻ നൈട്രൈൽ അല്ലെങ്കിൽ ഈരൈൽ സയനൈഡ് പ്ലസ് KBr. ഇതൊരു സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. ഇവിടുത്തെ ഹാലജനെ മാറ്റുവാണ്. ഇവിടെ റീപ്ലേസ്മെന്റ് ഓഫ് ആൽക്കോക്സി ഗ്രൂപ്പ്. ഈ RX സോഡിയം ആൽക്കോക്സൈഡ് NaOR ആണ്. ഇവിടുത്തെ OR എക്സിനെ മാറ്റിയിട്ട് ROR ആയി മാറി ഈതറായി മാറുന്നു, പ്ലസ് NaX. അതുപോലെ സോഡിയം മീതോക്സൈഡ് ആൽക്കോക്സൈഡിന്റെ എക്സാമ്പിൾ ആണ്. ഇവിടെ Br-നെ മാറ്റിയിട്ട് OCH3 വന്ന് നിൽക്കുന്നു. മീതോക്സി ഈഥെയ്ൻ അല്ലെങ്കിൽ മീഥൈൽ ഈഥെയ്ൻ ഈതർ ആകുന്നു, പ്ലസ് സോഡിയം ബ്രോമൈഡ്. ഇവിടെ എല്ലാം എക്സിനെ മാറ്റിയിട്ട് അവിടെ അപ്പുറത്ത് വന്ന സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുവാണ്. ഇനി ഐസോസൈനൈഡ് ഗ്രൂപ്പ് ആണെങ്കിൽ ഈരൈൽ ബ്രോമൈഡ് Br ആണ് ഇവിടെ ഉള്ളത്. AgCN ആണെങ്കിൽ ഈ CN ഇവിടെ വന്ന് അവിടെ ഈരൈൽ ഐസോസൈനൈഡ് ഉണ്ടാകുന്നു. ഈരൈൽ ഐസോസൈനൈഡ് N ആണ് ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഐസോസൈനൈഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈരൈൽ കാർബിലമീൻ എന്ന് പറയുന്നു. ഈരൈൽ കാർബിലമീൻ. അടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ ബൈ നൈട്രോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ N വെച്ചാണ് ആറുമായിട്ട് ലിങ്കേജ് ഉണ്ടായിരിക്കുന്നത്. ഇവിടുത്തെ എക്സിനെ മാറ്റിയിട്ട് NO2 ഇവിടെ വരുന്നു. RNO2 നൈട്രോ ആൽക്കൈൻ ഉണ്ടാകുന്നു. നമുക്കിവിടെ നോക്കാം. CH3CH2Br പ്ലസ് AgNO2. ഈ Br-നെ മാറ്റിയിട്ട് NO2 വരുന്നു, നൈട്രോ ഈഥെയ്ൻ പ്ലസ് AgBr. അടുത്ത NO2 തന്നെ. NO2-നകത്ത് നൈട്രേറ്റ് ആണ് ഉണ്ടാകുന്നത്. നൈട്രേറ്റ് നമുക്ക് ആംബിഡന്റ് ലിഗാൻഡ് അറിയാം. ഇവിടെ ഓക്സിജൻ ആണ് ലിങ്ക് ചെയ്തിരിക്കുന്നത് ആറുമായിട്ട്. അതുകൊണ്ടാണ് നൈട്രേറ്റ് എന്ന് പറയുന്നത്. ആൽക്കൈൽ നൈട്രേറ്റ് RON ഡബിൾ ബോണ്ട് O വരുന്നു. നമുക്ക് CH3CH2Br-നകത്ത് KNO2 ആണെങ്കിൽ NO2 Br-ന് പകരം വരുന്നു. എന്നിട്ട് നമുക്കിവിടെ ഈഥെയ്ൽ നൈട്രേറ്റ് കിട്ടുന്നു. CH3CH2ONO ആണ് അവിടെ ഉണ്ടാകുന്നത്. സബ്സ്റ്റിറ്റ്യൂഷൻ ബൈ അമിനോ ഗ്രൂപ്പ് ഫോർമേഷൻ ഓഫ് അമീൻസ് ആണ്. ആൽക്കൈൽ ഹാലൈഡ് പ്ലസ് NH2. അതിനകത്ത് എക്സിനെ മാറ്റിയിട്ട് അവിടെ NH2 വരുവാണ്. ആൽക്കൻ അമൈൻ ഉണ്ടാകുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ് അമീന്. ആൽക്കൻ അമൈൻ പ്ലസ് HX. അതായത് ആൽക്കൈൽ ഹാലൈഡിനകത്ത് എക്സ് മാറിയിട്ട് NH3-കകത്ത് അമോണിയക്കകത്ത് NH2 വരുന്നു. NH2 വന്ന് എക്സിന്റെ സ്ഥാനത്ത് RNH2 ആൽക്കൻ അമൈൻ ആകുന്നു. C3CH2Br പ്ലസ് NH3. അതായത് എന്താണ്? NH3-കകത്ത് H മാറിയിട്ട് NH2 Br-ന് പകരം വരുന്നു. എഥനാമീൻ ഉണ്ടാകുന്നു. എഥനാമീൻ പ്ലസ് HBr. ഓക്കെ, ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അടുത്ത റിയാക്ഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ ബൈ കാർബോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഉണ്ടാകുന്ന എസ്റ്റർ ആണ് ഉണ്ടാകുന്നത്. എസ്റ്റർ ഇവിടെയാണ് ആൽക്കൈൽ ഹാലൈഡ് എക്സിനെ മാറ്റിയിട്ട് RCO വരുന്നു. ഇവിടുത്തെ RCO കാർബോക്സിൽ ഗ്രൂപ്പിനകത്ത് RCO വരുന്നു. RCO വരുമ്പോൾ RCOOR എന്നിട്ട് അവിടെ ഉണ്ടാകുന്ന എസ്റ്റർ. നമുക്ക് നോക്കാം. C3CH2Br നമ്മുടെ ബ്രോമൈഡിന്റെ ഹാലോ ബ്രോമൈഡ് ആണ്, അല്ലെങ്കിൽ ബ്രോമോ ആൽക്കൈൻ ആണ്. ബ്രോമോ ആൽക്കൈനകത്ത് ഒരു സിൽവർ അസറ്റേറ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ സിൽവർ അസറ്റേറ്റിനകത്ത് CH3CO ഇവിടെ വരുന്നു. CH3CO OCH2CH3 ഈഥെയ്ൽ എഥനോയിറ്റ് ഉണ്ടാകുന്നു പ്ലസ് AgBr. നമുക്കിവിടെ എക്സിനെ ബ്രോമിനെ മാറ്റിയിട്ട് ഇവിടെ നമുക്ക് CH3CO വരുന്നു. നമ്മൾ പലതരത്തിലുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ് പഠിക്കുന്നത്. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഹാലജനെ മാറ്റിയിട്ട് വരുന്ന റിയേജന്റിനകത്ത് മൈനസ് ചാർജ് ഉള്ളവ ഇവിടെ വന്ന് പകരത്തിനായിട്ട് നിൽക്കുന്നു, ഹാലജന് പകരം നിൽക്കുന്നു. നെയിം ഓഫ് ദ റിയാക്ഷൻ ഹൈഡ്രോളിസിസ് ഓഫ് ഹാലോ ആൽക്കൈൻസ്. എന്നിട്ട് അവിടെ നമുക്ക് റിയേജൻ യൂസ്ഡ് ആൻഡ് കണ്ടീഷൻ സോഡിയം ഹൈഡ്രോക്സൈഡ് അണ്ടർ റിഫ്ലക്സ്. എന്നിട്ട് നമുക്ക് ഹാലോ ആൽക്കൈൻസിനകത്തോട് സോഡിയം ഹൈഡ്രോക്സൈഡ് ആകുവാണെങ്കിൽ ഇവിടുത്തെ ഹാലജൻ മാറിയിട്ട് അവിടെ OH വരുന്നു.
1 ക്ലോറോപ്രൊപ്പൈനെ സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ അത് പ്രൊപ്പൈൻ 1 ആകുന്നു, ആൽക്കഹോളായി മാറുന്നു. അതാണ് ഹൈഡ്രോളിസിസ് ഓഫ് ഹാലോ ആൽക്കെയിൻ. അതുപോലെ തന്നെ ഫോർമേഷൻ ഓഫ് നൈട്രൈൽ നമ്മൾ കണ്ടു. ഫോർമേഷൻ ഓഫ് നൈട്രൈൽ KCN വരുന്നു. KCN KCനകത്ത് CN BRനെ മാറ്റിയിട്ട് അവിടെ നമുക്ക് നൈട്രൈൽ ഉണ്ടാകുന്നു. അതുപോലെ അമീൻ ഉണ്ടാകുന്നതാണ്. NH3 ആണ് അവിടെ ചേർക്കുന്ന. NH3 ഉണ്ടാകുന്ന ആൽക്കൈലേഷൻ എന്ന് പറയും. ആൽക്കൈലേഷൻ, ഫോർമേഷൻ ഓഫ് അമീൻ ആൽക്കൈലേഷൻ എന്ന് പറയും. കോൺസെൻട്രേറ്റ് അമോണിയ ആക്കുമ്പോൾ നമുക്ക് BRന് പകരം NH2 വരുന്നു. NH2 വരുമ്പോൾ പ്രൊപ്പൈൽ അമീൻ ഉണ്ടാകുന്നു. ഇതാണ് നമ്മൾ കണ്ടത്. അതുപോലെ ആൽക്കീൻ സോഡിയം ഹൈഡ്രോക്സൈഡ് കോൺസെൻട്രേറ്റ് എഥനോൾ അണ്ടർ റിഫ്ലക്സ് ആണെങ്കിൽ നമുക്ക് എഥനോൾ സോഡിയം ഹൈഡ്രോക്സൈഡും കൂടെ ഹാലോ ആൽക്കെയിൻസിനകത്തോട് വെക്കുമ്പോൾ നമുക്കത് ആൽക്കീനായി മാറുന്നു. ആൽക്കീൻ. ഓക്കെ. അതുപോലെ തന്നെ ഫോർമേഷൻ ഓഫ് ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട് മഗ്നീഷ്യം ഈതറും ഒക്കെ ആയിട്ട് ആൽക്കൈൽ ഹാലൈഡിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ മഗ്നീഷ്യമായിട്ട് ആക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഗ്രിഗ്നാർഡ് റിയേജന്റ്, അതായത് പോളി മഗ്നീഷ്യം പ്രൊപ്പൈൽ മഗ്നീഷ്യം ബ്രോമൈഡ് ഉണ്ടാകും. പ്രൊപ്പൈൽ മഗ്നീഷ്യം ബ്രോമൈഡ്, ഇതാണ് ഗ്രിഗ്നാർഡ് റിയേജന്റ് എന്ന് പറയുന്നത്. MgBr. ഈ മഗ്നീഷ്യം കൂടി ഇതിന്റെ കൂടെ അങ്ങ് ചേർന്ന ഒരു കൂട്ടുകുടുംബമായി മാറുന്നതിന് പറയുന്ന പേരാണ് ഓർഗനോ മെറ്റാലിക് കോമ്പൗണ്ട് അല്ലെങ്കിൽ ഗ്രിഗ്നാർഡ് റിയേജന്റ് എന്ന് പറയുന്നത്. എന്നിട്ട് നിങ്ങൾ ഓർക്കുക, ഹാലോ ആൽക്കെയിൻസിന്റെ കൂടെ മഗ്നീഷ്യത്തെ, ഒരു മെറ്റലായ മഗ്നീഷ്യത്തെ ചേർക്കുമ്പോൾ അത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കോമ്പൗണ്ടായി മാറുന്നു. അതിന്റെ പേരാണ് ഗ്രിഗ്നാർഡ് റിയേജന്റ്. ഓക്കെ. ഇപ്പൊ നമ്മള് പഠിച്ച ഇമ്പോർട്ടന്റ് റിയാക്ഷൻസ് ഏതൊക്കെയാണ്? ഹാലോ ആൽക്കെയിൻസിന് എക്സിനെ മാറ്റിയിട്ട് അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുക. വേറെ റിയേജൻസ് വന്ന് അതിന് പകരമായിട്ട്, ഹാലജിന് പകരമായിട്ട് വേറെ ഗ്രൂപ്പുകാർ കയറിയിരിക്കുക. RX AgNO2മായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ RNO2, RX സോഡിയം നൈട്രേറ്റുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ RONO, അതുപോലെ RX KCN NaCN RCN ഉണ്ടാകുന്നു. അടുത്താണ് RX എന്ന് പറഞ്ഞാൽ ഹാലോ ആൽക്കെയിൻസിന്റെ ജനറൽ ഫോർമുല ആണ് കേട്ടോ. AgCNമായിട്ട് ആക്കുമ്പോൾ RNC ഉണ്ടാകുന്നു. RX അമോണിയയുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ RNH2 ഉണ്ടാകുന്നു. നമുക്കത് അമോണിയോളിസിസ് റിയാക്ഷൻ എന്ന് പറയും. അമോണിയോളിസിസ് റിയാക്ഷൻ. ഓക്കെ. പിന്നെ മഗ്നീഷ്യം ട്രൈഈതറിന്റെ സാന്നിധ്യത്തിൽ ഹാലോ ആൽക്കെയിനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അത് ഗ്രിഗ്നാർഡ് റിയേജന്റ് ആയി മാറുന്നു. ഗ്രിഗ്നാർഡ് റിയേജന്റ്. അതുപോലെ നമ്മുടെ ഹാലോ ആൽക്കെയിൻസിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിയാക്ഷൻ സോഡിയവുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ അത് ഹൈഡ്രോകാർബൺ ആയി മാറുന്നു. RR 2RX + 2 സോഡിയം ഗീവ്സ് RR, ഹൈഡ്രോകാർബൺ പ്ലസ് സോഡിയം X. ഇതിന് പറയുന്നത് വെഡ്സ് റിയാക്ഷൻ. ഇമ്പോർട്ടന്റ് ആണ് വെഡ്സ് റിയാക്ഷൻ. ഇത് ഹാലോ ആൽക്കെയിൻസ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യാണ്. മെറ്റലുമായിട്ട് മഗ്നീഷ്യമായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് ഉണ്ടാകുന്നതാണ് ഗ്രിഗ്നാർഡ് റിയേജന്റ്. അതുപോലെ സോഡിയമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഹൈഡ്രോകാർബൺ ആയ 2RX + 2Na ഗീവ്സ് RR + 2NaX. ഇതിന് പറയുന്നതാണ് വെഡ്സ് റിയാക്ഷൻ. ഓർത്തിരിക്കുക. അമോണിയയുമായിട്ട് ഇതൊരു ഇമ്പോർട്ടന്റ് റിയാക്ഷൻ ആണ്. അമോണിയയുമായിട്ടുള്ള ഹാലോ ആൽക്കിന്റെ റിയാക്ഷൻ എഥനോളിന്റെ സാന്നിധ്യത്തിൽ റിഫ്ലക്സ് ചെയ്യുമ്പോൾ ആൽക്കൈൽ അമീൻ ഉണ്ടാകുന്നു. ആൽക്കൈൽ അമീൻ. When halo alkane is dissolved using ethanolic concentrated ammonia, amine is formed. Unlike the reaction, the reduction of nitrile alkylation halo alkanes to concentrated ammonia does not increase in number of carbon. But number of carbon കൂടുന്നില്ല. അടുത്ത reaction, write out the chemical reaction when 1 chlorobutane react with ethanolic concentrated ammonia. എന്തായിരിക്കും ഇവിടെ നടക്കുന്നത്? ഹാലോ ആൽക്കെയിൻ അമോണിയയുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ഈ Cl ഹാലജൻ മാറിയിട്ട് അവിടെ NH2 വരുന്നു. നമ്മൾ പഠിച്ചതാണ്. അതുപോലെ 2 ബ്രോമോ പെൻറ്റേൻ, അതായത് രണ്ടാമത്തെ പൊസിഷനാണ് ബ്രോമിൻ നിൽക്കുന്നത്. ആ ബ്രോമിനെ മാറ്റിയിട്ട് NH2 വരുന്നു പ്രൊഡക്റ്റ് ആയിട്ട്. ഇത് ഓർത്തിരിക്കുക. അമോണിയയുമായിട്ടുള്ള റിയാക്ഷൻ. If excess halo alkane is used, the reaction may further continue until it forms a quaternary salt. Quaternary salt ആകുന്നു. പ്ലസും മൈനസ് ഉള്ള സോൾട്ട് ആകുന്നു. ആൽക്കൈൽ ഹാലൈഡ് പ്ലസ് അമോണിയ നമുക്ക് NH2 ഹാലജന് പകരം വന്നു. പിന്നെയും NH2 നമ്മൾ എക്സസ് ആൽക്കൈൽ ഹാലൈഡ് ആണ്. അവിടെ റിയാക്ഷൻ NH ഹൈഡ്രജന് പകരം ഈഥൈൽ ഗ്രൂപ്പ് ഇവിടെ വരുന്നു. അടുത്ത എക്സസ് പിന്നെയും ആൽക്കൈൽ ഹാലൈഡ് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്കത് നൈട്രജനിലെ എല്ലാ ഹൈഡ്രജനും അങ്ങ് മാറിയിട്ട് ഈഥൈൽ ഗ്രൂപ്പ് ഇവിടെ വരുന്നു. അവസാനം അത് നൈട്രജനിലെ ഇലക്ട്രോണിനെയും എടുത്തത് പോസിറ്റീവും നെഗറ്റീവുമായിട്ട് മാറുന്നു. ക്വാട്ടർണറി സോൾട്ടായി മാറുന്നു. In nucleophilic substitution, haloarenes carbon chloride bond acquires a partial double bond character. ഇപ്പൊ നമ്മൾ ഇത്രയും നേരം പഠിച്ചത് ഹാലോ ആൽക്കൈൻസിന്റെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. എന്നാൽ ഹാലോ അരീൻസിനകത്തൊരു പ്രത്യേകതയുണ്ട്.
ഹാലജൻ ഗ്രൂപ്പ് ലിങ്ക് ചെയ്തിരിക്കുന്നത് ബെൻസീൻ റിങ്ങിനകത്തെ അല്ലെങ്കിൽ അരോമാറ്റിക് കോമ്പൗണ്ടിനകത്തെ കാർബണുമായിട്ടാണ്. അവിടെ sp2 ഹൈബ്രിഡൈസേഷൻ ആണ് അല്ലെ, sp2 ഹൈബ്രിഡൈസേഷൻ. In haloarenes, carbon-chlorine bond acquires a partial double bond character due to resonance. As a result, the bond cleavage in haloarenes is difficult than haloalkanes and hence they are less reactive towards nucleophilic substitution reaction. നമുക്കിവിടെ ഹാലോ അരീൻസിനകത്തെ ക്ലോറിൻ, അതായത് ക്ലോറോബെൻസീൻ, ക്ലോറിൻ ബെൻസീനുമായിട്ട് റിയാക്ട് ചെയ്ത് കണക്ട് ചെയ്ത് വെച്ചിരിക്കുക. ഇനി ആ ക്ലോറിനെ മാറ്റിയിട്ട് വേറൊരു ഗ്രൂപ്പിലെ ഒരു ഗ്രൂപ്പ് ക്ലോറിന് പകരം വരാന്ന് പറഞ്ഞാൽ അത് വളരെ പാടാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ റെസൊണൻസ് സ്ട്രക്ചർ കാരണം ഒരു സ്റ്റെബിലിറ്റി, അതായത് ഇൻ ഹാലോ അരീൻസ് കാർബൺ ക്ലോറിൻ ബോണ്ട് അക്വേഴ്സ് എ പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഡ്യൂ ടു റെസൊണൻസ് മുഖാന്തരം അവിടെ ഒരു ഡബിൾ ബോണ്ട് ക്യാരക്ടർ കാർബണും ക്ലോറിനും ഇടയ്ക്ക് വന്നിരിക്കുകയാണ്. ഇത് ശക്തി കൂടി, ആ ശക്തി കൂടുതലുള്ളപ്പോൾ ആ ബോണ്ടിനെ ക്ലോറിനെ അങ്ങ് വലിച്ചു പറിക്കാൻ പെട്ടെന്ന് പറ്റത്തില്ല. ആസ് എ റിസൾട്ട് ദ ബോണ്ട് ക്ലീവേജ് ഇൻ ഹാലോ അരീൻസ് ഇസ് ഡിഫിക്കൽട്ട് ദാൻ ഹാലോ ആൽക്കെയ്ൻസ് ആൻഡ് ഹെൻസ് ദേ ആർ ലെസ് റിയാക്റ്റീവ് ടുവേഴ്സ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഹാലോ അരീൻസിനകത്ത് ക്ലോറിനെ പെട്ടെന്ന് മാറ്റാൻ പറ്റത്തില്ല, കാരണം അവിടുത്തെ റെസൊണൻസ് എഫക്റ്റ് ആണ്. റെസൊണൻസ് എഫക്റ്റ് കാരണം ഇവിടെ ഈ ഒരു ഡബിൾ ബോണ്ട് ക്യാരക്ടർ വരുന്നു. ഈ ഡബിൾ ബോണ്ട് ക്യാരക്ടർ വരുമ്പോൾ ഈ ഡബിൾ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാൻ ആർക്കും സാധിക്കത്തില്ല, പെട്ടെന്ന് ഈ ക്ലോറിനെ അങ്ങോട്ട് മാറ്റാൻ സാധിക്കത്തില്ല, കാരണം ഡ്യൂ ടു ഡബിൾ ബോണ്ട് ക്യാരക്ടർ. ഹാലോ അരിയൻസ് ആർ ലെസ്സർ റിയാക്റ്റീവ് ടുവേഴ്സ് ന്യൂക്ലിയോഫിലിക് റിയാക്ഷൻ ദാൻ ഹാലോ ആൽക്കെയ്ൻസ് ഡ്യൂ ടു ഫോളോയിങ് റീസൺ. അതാണ് ഒന്നാമത്തെ റെസൊണൻസ് എഫക്റ്റ് ആണ്. ഇതിന്റെ റെസൊണൻസ് ഒക്കെ വരയ്ക്കാൻ നമുക്കൊന്ന് നോക്കണം. ഇവിടെ എന്താണ് കാണുന്നത്? ക്ലോറോ ബെൻസീനാണ്. ക്ലോറിന് ചുറ്റും ഇലക്ട്രോൺസ് ആണ്, ലോൺ പെയർ ആയിട്ടുള്ള ഇലക്ട്രോൺസ് ആണ്. ഈ ലോൺ പെയർ ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഈ ബോണ്ടിലോട്ട് ഇലക്ട്രോണെ കൊടുക്കുന്നു. എന്നിട്ട് പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ക്ലോറിന് ഉണ്ടാകുന്നു, ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ടാകുന്നു. പിന്നെ ഇത് ഇലക്ട്രോൺസ് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് റെസൊണൻസ് ഷിഫ്റ്റ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ഇതിന്റെ റെസൊണൻസ് സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഡബിൾ ബോണ്ട് ക്യാരക്ടർ വരുന്നു. അതുകൊണ്ട് ഈ ക്ലോറിനെ ഈ ബെൻസീൻ റിംഗിൽ നിന്ന് അടർത്തി മാറ്റിയിട്ട് വേറൊരു ഗ്രൂപ്പിനെ അവിടെ പ്ലേസ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രതിഷ്ഠിക്കാൻ വളരെ പാടാണ്. അതുകൊണ്ടാണ് ഹാലോ അരീൻസിന്റെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ അത്ര എളുപ്പമല്ല, എളുപ്പത്തിൽ നടക്കത്തില്ല ഹാലോ ആൽക്കെയ്ൻസിനെ പോലെ. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ബോർഡ് എക്സാമിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ടാണ് ഹാലോ അരീൻസിന്റെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ പാടായിരിക്കുന്നത് അല്ലെങ്കിൽ എളുപ്പത്തിൽ നടക്കാത്തത്? The passiveness of the reaction of haloaryl is because the inductive effect of CX bonding, carbon halogen bonding, when unhybridized p orbital in chlorine interact with the p orbital in benzene ring will cause a drift of electron towards carbon atom. നമ്മൾ ഇവിടെ കണ്ടായിരുന്നു ക്ലോറിന്റെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ബെൻസീൻ റിംഗിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് അവിടെ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ടാകുന്നു. ഇറ്റ് ആക്ച്വലി ഡിക്രീസസ് ദ പൊളാരിറ്റി ബിറ്റ്വീൻ CX, thus the bond becomes shorter and harder to remove. The high charge density in alcohol ring, the high charge density in benzene ring repel the approaching negative OH minus. As a result, chlorobenzene react with the NaOH with the moderate speed. The high charge density in alcohol repels the approaching negative OH minus. As a result, chlorobenzene react with the NaOH with the moderate speed. അതായത് NaOHനകത്ത് OH ക്ലോറോബെൻസീനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു കഷ്ടപ്പാടുണ്ടാകാൻ കാരണം റെസൊണൻസ് എഫക്റ്റും ഇൻഡക്റ്റീവ് എഫക്റ്റും ഒക്കെയാണ്. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രിപ്പറേഷൻ മെത്തേഡ് പിന്നെ അതിൻ്റെ റിയാക്ഷൻസും ഒക്കെ നമ്മൾ മനസ്സിലാക്കി. NCERT ടെക്സ്റ്റ് വായിക്കുക. അതുപോലെ നമ്മുടെ എൻ്റെ പ്രീവിയസ് ക്ലാസ്സുകൾ കാണുവാൻ വേണ്ടി ഈ ചാനൽ വിസിറ്റ് ചെയ്യുക. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.